നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചതി മുഖം മൂടി അഴിയുന്നതുവരെ സത്യം തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കും. ജീവിതത്തിൽ നുണകളുടെ താഴിട്ട് സൂക്ഷിക്കുന്നതിനൊന്നും അധികം ആയുസ്സുണ്ടാകില്ല. ഒരു നുണ അനേകം നുണകളിലേക്കുള്ള വാതിലാണ്. മുൻ DGPയും കോർപ്പറേഷൻ കൗൺസിലറുമായ ശ്രീലേഖയുടെ സിനിമാ കഥ മോഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക് നമുക്കൊന്ന് നടന്നു നീങ്ങാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിലെ അനശ്വരനായ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. എല്ലാ കാര്യങ്ങളുടെയും അവകാശം തന്റേതാണെന്ന് വരുത്തി തീർക്കുന്ന, അത് ഞമ്മളാ എന്ന് വീമ്പിളക്കുന്ന ഒരു പ്രത്യേക തരം കഥാപാത്രം. സ്വന്തമായി യാതൊരു കഴിവുമില്ലെങ്കിലും മറ്റുള്ളവരുടെ പ്രശസ്തിയും നന്മയും തന്റേതാണെന്ന് അവകാശപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ പ്രതീകമാണ് മമ്മൂഞ്ഞ്. സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ അർഹതയില്ലാത്തിടത്ത് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന പ്രവണതയെ മലയാളികൾ ഇന്നും എട്ടുകാലി മമ്മൂഞ്ഞിസം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നാട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീകൾ ഗർഭിണിയാണെന്നറിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ഞമ്മളാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തുന്ന ആളാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. മലയാള സിനിമയിലെ കഥ മോഷണത്തിന്റെ കാര്യം പൊതുവായി പറയുമ്പോൾ പല എട്ടുകാലി മമ്മൂഞ്ഞുമാരും പശുവും ചത്ത് മോരിന്റെ പുളിയും മാറുമ്പോൾ രംഗത്ത് വരാറുണ്ട്. ആ കഥ ഞമ്മന്റേതാണ്, ആ കഥാതന്തു ഞമ്മന്റെ മനസ്സിലുള്ളതാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് ചിലരെങ്കിലും രംഗത്ത് വരാറുള്ളത് നമ്മൾ കാണാറുള്ളതാണല്ലോ. എന്നാൽ എട്ടുകാലി മമ്മൂഞ്ഞുമാരെക്കാൾ കൂടുതലായി കഥ വിദഗ്ധമായി അടിച്ചു മാറ്റുന്നവരുമുണ്ട്. അന്യന്റെ അധ്വാനം യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ അടിച്ചു മാറ്റുന്നവർ ചിലപ്പോഴൊക്കെ വെട്ടിൽ വീഴാറുമുണ്ട്. മുൻപ് തിരക്കഥാകൃത്ത് കലവൂർ രവികുമാർ തന്റെ കഥ മോഷ്ടിച്ചാണ് മോഹൻലാൽ എന്ന ചിത്രം നിർമ്മിച്ചതെന്ന് അവകാശപ്പെട്ട് കോടതിയെ സമീപിക്കുകയുണ്ടായി. അതിനായി അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ ബോധ്യപ്പെട്ട കോടതി ആ ചിത്രത്തിന് സ്റ്റേ ഓർഡർ കൊടുത്തു. പിന്നീട് രവികുമാർ ആവശ്യപ്പെട്ട തുക നൽകിയതിനു ശേഷമാണ് ആ ചിത്രം റിലീസ് ചെയ്യാനായത്. അതുപോലെ തന്നെയാണ് മേജർ രവിയുടെ കർമ്മയോദ്ധ എന്ന ചിത്രത്തിലും സംഭവിച്ചത്. ഇതിന്റെ കഥ രചിച്ച റജീവ് മാത്യു 13 വർഷം നീണ്ട നിയമ പോരാട്ടമാണ് നടത്തിയത്. ഒടുവിൽ കോടതി വിധി വന്നപ്പോൾ കഥ അടിച്ചു മാറ്റിയതിന്റെ പേരിൽ 30 ലക്ഷം രൂപ റജീവ് മാത്യുവിന് മേജർ രവി നഷ്ടപരിഹാരമായി നൽകുവാൻ കോടതി വിധിയുണ്ടായി. എന്തൊക്കെയായാലും കഥയുടെ പേരിൽ വ്യാജ അവകാശവാദം ഉന്നയിക്കുന്നവരും യഥാർത്ഥ വാദം ഉന്നയിക്കുന്നവരും സജീവമായി ഇന്നും രംഗത്തുണ്ട്. ഹിന്ദി സിനിമാ രംഗത്ത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒരു ഹിന്ദി ചിത്രം സൂപ്പർ ഹിറ്റായിട്ട് ഇന്ത്യ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ആ കഥയുടെ അവകാശവാദവുമായി ആ കഥയുടെ യഥാർത്ഥ അവകാശി കോടതിയെ സമീപിക്കുന്നു. തെളിവുകളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായി വന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന പടം നിർത്തിവെക്കേണ്ട അവസ്ഥ വരുമെന്ന് ബോധ്യപ്പെട്ട നിർമ്മാതാവ് ഒരു ഉപായം പ്രയോഗിച്ചു. ഈ കഥ തന്റേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും പലരെയും ഏർപ്പാട് ചെയ്ത് കേസ് കൊടുപ്പിച്ചു. ഒരു കഥയ്ക്ക് പല അവകാശികളും എത്തിയപ്പോൾ കേസിന്റെ മെറിറ്റ് നഷ്ടമായി. അങ്ങനെ ആ കഥ അടിച്ചു മാറ്റിയവർക്ക് അനുകൂലമായി വിധി ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ 2 മലയാള സിനിമകളുടെ കഥകളുടെ അവകാശവാദങ്ങളുമായി എത്തിയിരിക്കുന്നത് കഥാകൃത്തുക്കളോ സിനിമക്കാരോ അല്ല, മുൻ DGPയും IPS ഉദ്യോഗസ്ഥയുമായ R. ശ്രീലേഖയാണ്. അവർ തന്നെയായിരുന്നു കേരളത്തിലെ ആദ്യ വനിതാ IPS കാരിയും ആദ്യത്തെ വനിതാ DGPയും. ഇപ്പോൾ അവർ BJP നേതാവും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും ബ്ലോഗറും ഒക്കെയാണ്. ശ്രീലേഖ പറയുന്നത്, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന ചെറുകഥ മോഷ്ടിച്ചെടുത്താണ് ദൃഢം എന്ന ഷൈൻ നിഗം ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്ന്. അത് മാത്രമല്ല, ഭൂതകാലം എന്ന മറ്റൊരു ഷൈൻ നിഗം ചിത്രവും താൻ തന്റെ യൂട്യൂബിലൂടെ പറഞ്ഞ ഒരു അനുഭവ കഥയാണെന്നാണ്. ഈ 2 ചിത്രങ്ങളും ഷൈൻ നിഗം എന്ന നടന്റെ അഭിനയ മികവ് തെളിയിച്ച ചിത്രങ്ങൾ കൂടിയാണ്. മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ദൃഢം എന്ന ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ട്രെയിനിങ് പൂർത്തിയാക്കിയ ഒരു സബ് ഇൻസ്പെക്ടർ ആദ്യ പോസ്റ്റിംഗിൽ എത്തുന്നത് ശാന്തവും സമാധാനവുമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ ആരംഭിക്കുന്ന കഥ പിന്നീട് പോകെ പോകെ കൂടുതൽ വഷളാകുന്നു. പൊതുജനങ്ങളുടെയും വകുപ്പുകളുടെയും സമ്മർദ്ദത്താൽ മാനസിക പിരിമുറുക്കമുണ്ടാക്കുന്ന ഒരു കേസ് അന്വേഷിക്കുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായി വേഷമിട്ടത് നമ്മുടെ ഷൈൻ നിഗമാണ്. പോലീസ് നടപടിക്രമങ്ങളുടെ ചട്ടക്കൂട് സിനിമയിൽ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കഥ ആത്യന്തികമായി അതിലെ നായകന്റെ വ്യക്തിപരമായ യാത്രയെ കേന്ദ്രീകരിച്ചാണ് നീങ്ങുന്നത്. ദൃഢം എന്ന സിനിമയുടെ രചയിതാക്കളായ ജോമോനും
ലിൻഡോയും സംവിധായകൻ മാർട്ടിൻ ജോസഫും പറയുന്നത് വളരെ ചെറിയൊരു ത്രെഡിൽ നിന്നും ഞങ്ങൾ എല്ലാവരും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു കഥയാണിതെന്നാണ്. തിരക്കഥ പൂർത്തിയാക്കിയതിനു ശേഷമാണ് എല്ലാവരുടെയും മനസ്സിൽ ഒരേപോലെ ഷൈൻ നിഗം തെളിഞ്ഞു വന്നത്. അല്ലാതെ ഷൈൻ നിഗം എവിടെ നിന്നെങ്കിലും ചുരണ്ടി അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന കഥയല്ല ഇതെന്ന് വ്യക്തം. ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളും സംവിധായകനും പറയുന്നു, ശ്രീലേഖ മാഡത്തിന്റെ ആക്ഷേപം സോഷ്യൽ മീഡിയയിലൂടെ കേട്ടപ്പോൾ കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന അവരുടെ ചെറുകഥ ഞങ്ങൾ വായിച്ചു. ആ ചെറുകഥയും ദൃഢം എന്ന സിനിമയിലെ കഥയുമായി ഒരേ ഒരു സാദൃശ്യം മാത്രമാണ് ഉള്ളതെന്ന് അവർ പറയുന്നു. രണ്ട് സംഭവവും നടക്കുന്നത്, രണ്ട് കഥയും നടക്കുന്നത് പോലീസ് സ്റ്റേഷൻ ബാക്ക്ഗ്രൗണ്ടിലാണെന്നുള്ളതാണ് അത്. ദൃഢം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് തികച്ചും വ്യത്യസ്തവും വേറിട്ടതുമായിരുന്നു. അതിന് കിട്ടിയ അംഗീകാരവും ചർച്ചയായതുമൊക്കെ ക്ലൈമാക്സ് തൂക്കി എന്നതായിരുന്നു. ഷൈൻ നിഗം എന്ന അഭിനേതാവിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ല് കൂടിയാണ് ഈ ചിത്രം. ശ്രീലേഖ മാഡം എപ്പോഴും വിവാദങ്ങളിലൂടെ പ്രശസ്തി നേടാൻ ശ്രമിക്കുന്ന ആളാണെന്ന് പല പ്രമുഖരും പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സസ്നേഹം ശ്രീലേഖ എന്ന യൂട്യൂബ് ചാനലിലൂടെ അവർ കിളിരൂർ, കവിയൂർ, പെരുമ്പാവൂർ കേസുകളിലെ അതിജീവിതമാരുടെ പേരും വിശദാംശങ്ങളും പുറത്തുവിട്ടതിനെതിരെ മ്യൂസിയം പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിട്ടുണ്ട്. സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന സംഘടനയുടെ പരാതിയാണ് ഈ കേസിന് ആധാരം. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മുൻ DGP റോഡിന്റെ നടുവിൽ കുത്തിയിരുന്ന് മുഷ്ടി ചുരുട്ടി പോടാ പുല്ലേ പോലീസേ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്തതാണ്. ഇത് സിനിമയിലാണെങ്കിൽ പോലും അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണെന്ന് ഓർക്കുക. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി ഗവൺമെന്റ് നൽകിയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അവർ പറയുന്നത് കേട്ടു, ഇത് നാട്ടുകാരറിഞ്ഞാൽ നാണക്കേടാകുമെന്ന്. ഒരു പെൺകുട്ടി ഋതുമതിയാകുമ്പോൾ അത് ആഘോഷമാക്കുന്ന ഈ യുഗത്തിൽ എന്തോ വലിയ അപരാധമായി അതിനെ കണ്ട് മൂടി വെക്കണമെന്നാണ് ശ്രീലേഖ മാഡത്തിന്റെ ഭാഷ്യം. ഇത് മാത്രമല്ല, അവർ കൗൺസിലർ ആയപ്പോൾ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന MLA ആയ പ്രശാന്തിന്റെ ഓഫീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതല്ലേ, കേട്ടതല്ലേ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ തന്റെ പേര് പരാമർശിക്കാത്തതിന്റെ പേരിൽ പ്രധാനമന്ത്രിക്ക് കൈ കൊടുക്കാതെ വേദിയുടെ എതിർവശത്തുകൂടി പരിഭവത്തോടെ വിളറിയ മുഖവുമായി വേദി വിട്ടിറങ്ങിയ വാർത്തയും ചിത്രങ്ങളുമൊക്കെ വൈറലായിരുന്നല്ലോ. കുറച്ചു നാളുകൾക്ക് മുൻപ് വിവരാവകാശ പ്രവർത്തകനായ ജോമോൻ പുത്തമ്പരക്കൽ പറയുകയുണ്ടായി, പ്രശസ്തി ലഭിക്കാൻ എന്തും വിളിച്ചു പറയുന്ന സ്ത്രീയാണ് ശ്രീലേഖയെന്ന്. ചാനലുകളിലും പത്രങ്ങളിലും ഇല്ലാ കഥകൾ പറഞ്ഞ് വീരവാദം മുഴക്കും എന്ന് തുടങ്ങി ഗൗരവമേറിയ പല ആക്ഷേപങ്ങളും ശ്രീലേഖയ്ക്കെതിരെ ജോമോൻ പുത്തമ്പരക്കൽ നിരത്തുന്നുണ്ട്. ഇനി ശ്രീലേഖ മാഡത്തിന്റെ മറ്റൊരു അവകാശവാദമാണ് ഭൂതകാലം എന്ന സിനിമയുടെ മൂലകഥയും തന്റേതാണെന്നുള്ളത്. താനത് തന്റെ യൂട്യൂബിലൂടെ പറഞ്ഞ സംഭവ കഥയാണ് അതെന്നാണ് അവർ പറയുന്നത്. ഈ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച രാഹുൽ സദാശിവൻ ഒരു അന്താരാഷ്ട്ര ഹൊറർ സിനിമയുടെ നിലവാരത്തിലെടുത്ത ചിത്രമാണിത്. അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രമായ ബ്രഹ്മയുഗം എന്ന മമ്മൂട്ടി ചിത്രം ഓസ്കാർ വരെ എത്തിയതാണ്. രാഹുൽ സദാശിവൻ ദുരൂഹ സംഭവങ്ങൾ നിറഞ്ഞ ചിത്രങ്ങൾ ഒരുക്കുന്നതിൽ അഗ്രഗണ്യനാണെന്നുള്ളത് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ്. ഇനിയിപ്പോൾ അദ്ദേഹം ആരംഭിക്കാൻ പോകുന്ന ചിത്രമാണെങ്കിൽ വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ചിത്രമാണ്. കാരണം മോഹൻലാൽ അഭിനയിച്ച് പരാജയപ്പെട്ട ഒടിയന്റെ കഥ മാറ്റങ്ങൾ വരുത്തി എങ്ങനെ വിജയത്തിലെത്തിക്കാം എന്ന ശ്രമത്തിലാണ് അദ്ദേഹം. ഹിന്ദിയിലെ കരൺ ജോഹറാണ് അതിന്റെ നിർമ്മാതാവ്. പൃഥ്വിരാജാണ് ഒടിയൻ എന്ന കഥാപാത്രത്തിന് ജീവൻ പകരുന്നത്. ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് അതിനെ അണിയിച്ചൊരുക്കുന്നത്. ഇപ്പറഞ്ഞ പേരുകേട്ട സംവിധായകരും കഥാകൃത്തുക്കളുമാണ് ശ്രീലേഖ മാഡം പറയുന്ന കഥമോഷ്ടാക്കൾ. എന്നാൽ ശ്രീലേഖ ഈ സംവിധായകരുടെയും കഥാരചയിതാക്കളുടെയും പേര് പറയാതെ ഷൈൻ നിഗം ചിത്രമെന്ന് പറഞ്ഞാണ് മോഷണക്കഥ ആരോപിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ കഥയും തിരക്കഥയും ഒക്കെ രചിക്കുന്നവരുടെ പേരിലും സംവിധായകരുടെയും പേരാണ് കഥമോഷണ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത്. എവിടെയും ഒരിടത്തും നായകന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ആരും രംഗത്തെത്തിയിട്ടില്ല. ഇവിടെ ഷൈൻ നിഗത്തിന്റെ പേരാണ് ഉയർന്നു കേട്ടത്. അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കഥമോഷണത്തിന് കൃത്യമായ തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാം എന്ന കാര്യം മാഡത്തെ ആരും ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ. അതിന് മുതിരാതെ എന്തിനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് മിടുക്കന്മാരായ ഈ കലാകാരന്മാരെയും കലാസൃഷ്ടിയെയും ഇകഴ്ത്തി കാണിക്കുന്നത്? ഇനിയെങ്കിലും ഇത്തരം കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ആരും ഉന്നയിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.